നമസ്കാരം. വളരെ സന്തോഷകരമായ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. നമ്മുടെ രാഹുൽ മാക്കൂട്ടത്തിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഒന്നാം പീഡന പരാതിയിൽ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഈ ഒന്നാം പീഡന പരാതിയിൽ രാഹുൽ മാക്കൂട്ടത്തിന് കീഴ്ക്കോടതി നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. പക്ഷേ ആ മുൻകൂർ ജാമ്യത്തിനെതിരെ സർക്കാർ തന്നെ ഹൈക്കോടതിയിൽ അപ്പീലിന് പോകുകയും ഹൈക്കോടതി അത് കഴിഞ്ഞ പ്രാവശ്യം വളരെ വിശദമായ വാദം കേൾക്കുകയും ആ വാദത്തിനിടയിൽ തന്നെ ഹൈക്കോടതി അന്ന് പരാമർശിച്ചിരുന്നു, ഇതിനകത്ത് ബലാത്സംഗം എന്ന് പറയുന്ന ഒരു ഭാഗം കാണുന്നേയില്ലല്ലോ. ഒരു സ്ത്രീ പുരുഷ സൗഹൃദപരമായിട്ട് നടന്നിരിക്കുന്ന ഏതെങ്കിലും ശാരീരിക ബന്ധമുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് കുറ്റമാകുന്നത്, അത് തെറ്റാണ് എന്ന് കോടതിക്ക് എങ്ങനെ പറയാൻ പറ്റും എന്ന് കോടതി അന്ന് പരാമർശിച്ചിരുന്ന കാര്യം പൊതുമണ്ഡലത്തിൽ അത് റിപ്പോർട്ടായിട്ട് വന്നിരുന്നു. അതിവിടെ പൊതുസമൂഹം ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും ശരി, അതിൽ വിധി പറയാനായിട്ട് മാറ്റിവെച്ചിരുന്നു. ആ വാദം അതിശക്തമായിട്ട് ഹൈക്കോടതിയിൽ നടന്നിരുന്നു. നമുക്കറിയാവുന്നതാണ്, സാധാരണഗതിയിൽ സർക്കാർ അത്ര ഒരു അപ്പീലിനൊക്കെ പോകുമ്പോൾ സീനിയർ പ്രോസിക്യൂട്ടർമാരാണ് അതൊക്കെ സർക്കാരിന് വേണ്ടി വാദിക്കുക. എന്നാൽ നമ്മൾ ആ കേസിനകത്ത് പ്രത്യേകമായിട്ട് കാണേണ്ടത്, അതായത് പ്രോസിക്യൂഷൻ്റെ കേരളത്തിൻ്റെ ഏറ്റവും ഹെഡായിട്ടുള്ള, അതായത് DGP ബഹുമാനപ്പെട്ട ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ശ്രീ TA ഷാജി സാറ് തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ വന്ന് സർക്കാരിന് വേണ്ടിയിട്ട് വാദിക്കുകയും, അതായത് രാഹുൽ മാക്കൂട്ടത്തിന് ജാമ്യം നൽകരുത് എന്ന് വാദിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ പോലും കൂടെ, എത്ര വലിയ ഉന്നതനായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് വന്ന് വാദിക്കുന്നതെങ്കിൽ പോലും കൂടെ കേസിൻ്റെ കണ്ടൻ്റാണ് കോടതി എപ്പോഴും പരിശോധിക്കുന്നത്. എന്തായാലും കോടതി അന്ന് തന്നെ അതിനകത്ത് ഒരു പരാമർശം നടത്തിയിരുന്നു. ഇതിനകത്ത് ബലാത്സംഗം എന്ന് പറയുന്നത് ഭാഗം എവിടെയും കാണാനായിട്ടില്ല. ഇതിനകത്ത് ആരെങ്കിലും എന്തെങ്കിലും ആരോപിച്ചിട്ട് കാര്യമില്ല, അതിലെ കണ്ടൻറ്റുകളാണ് നോക്കേണ്ടത്. സ്വാഭാവികമായിട്ടും അന്ന് തന്നെ അത് രാഹുൽ മാക്കൂട്ടത്തിന് ജാമ്യം ലഭിക്കാനുള്ള എല്ലാ സാധ്യതയും എല്ലാവരും നിരീക്ഷിച്ചിരുന്നു, പറഞ്ഞിരുന്നു. എന്താണെങ്കിലും ഇന്നിപ്പോൾ ഹൈക്കോടതി അത് ജാമ്യം അനുവദിച്ചിരിക്കുന്നു രാഹുൽ മാക്കൂട്ടത്തിന്. ഇപ്പോൾ ഫലത്തിൽ 3 കേസിൽ രാഹുൽ മാക്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്, രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ഈ വരുന്ന പരാതികളെല്ലാം വെറും നിഴൽ പരാതികളാണ്. പ്രത്യേകിച്ച് ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതിയുടെ പരമോന്നത കോടതിയുടെ സുപ്രധാനമായിട്ടുള്ളൊരു വിധി കൂടി വന്നതോടുകൂടി ഇത്തരം കേസുകൾക്കൊന്നും യാതൊരുവിധ നിലനിൽപ്പില്ല. കാരണം ഭർത്തൃമതികളായിട്ടുള്ള സ്ത്രീകൾ ഏതെങ്കിലും പുരുഷന്മാരോ അല്ലെ യുവാക്കളുമായിട്ട് സൗഹൃദ ബന്ധത്തെ സ്ഥാപിക്കുകയും അവർ ഏതെങ്കിലും വിധത്തിലുള്ള ശാരീരിക ബന്ധത്തിൽ സൗഹൃദപരമായിട്ട് ഏർപ്പെടുകയും ചെയ്തതിന് ശേഷം പിന്നീട് ആ സൗഹൃദം ബ്രേക്കപ്പ് ആയി കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞ് തങ്ങളെ പീഡിപ്പിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന പരാതികൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് സുപ്രീം കോടതി ഈ അടുത്ത കാലത്ത് വളരെ സുപ്രധാനമായൊരു വിധി പുറപ്പെടുവിക്കുകയും അതോടൊപ്പം തന്നെ ഇത് മറ്റ് കോടതികൾ, കീഴ്ക്കോടതികളെല്ലാം ഇത് കൃത്യമായിട്ട് പാലിക്കുകയും ചെയ്യണമെന്നൊരു നിർദ്ദേശിക്കുകയും ചെയ്തതോടുകൂടി ഇത്തരം കേസുകൾക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ എങ്കിൽ പോലും കൂടെ ഈ രാഹുൽ മാക്കൂട്ടത്തിനെ ഒതുക്കി ഇല്ലാതാക്കണം എന്നുള്ള ഒരു കോക്കസ്, അത് വലിയൊരു കോക്കസ് തന്നെയാണ്. നമുക്കറിയാം, ആ കോക്കസിൻ്റെ മുൻപന്തിയിൽ തന്നെയാണല്ലോ നമ്മുടെ ഇവിടുത്തെ സർക്കാരും, പിണറായി വിജയൻ സർക്കാർ. ആ സർക്കാരിൻ്റെ ഒരു താല്പര്യം കൂടിയാണല്ലോ. നമുക്കറിയാം, ഇത് രണ്ടാമത് ഹൈക്കോടതിയിലേക്ക് അപ്പീലിന് പോകാനും അതോടൊപ്പം തന്നെ DGP തന്നെ നേരിട്ട് ഹൈക്കോടതിയിൽ വന്ന് അത് വാദിക്കാനും ഒക്കെ തയ്യാറായി. എന്നിട്ട് പോലും കൂടെ ഹൈക്കോടതി രാഹുൽ മാക്കൂട്ടത്തിന് അതിൽ ജാമ്യം കൊടുക്കുമ്പോൾ നമുക്കറിയാം, ആ കേസിനകത്ത് യാതൊരു കണ്ടൻറ്റും ഇല്ല. വെറുതെ ആ ഒരു വ്യക്തിയെ രാഷ്ട്രീയ വൈരാഗ്യം അതല്ലെങ്കിൽ മറ്റു പല സ്വാർത്ഥ താല്പര്യത്തിനും വേണ്ടിയിട്ട് ആ വ്യക്തിയെ ഒതുക്കി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന നിഗൂഢമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമുക്കറിയാം, ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യവും അതുപോലെ തന്നെ ഈ അടുത്തിടെ കോഴിക്കോടുണ്ടായ ദീപക് എന്ന യുവാവിൻ്റെ ആത്മഹത്യയും ഇത്തരം കാര്യങ്ങളൊക്കെ, അതായത് ഏതെങ്കിലും വിധത്തിൽ ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ പണ്ടുകാലത്ത് നിലനിന്നിരുന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില അശ്ലീല ആഭാസങ്ങളിലൂടെ ഒതുക്കി ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ആ നികൃഷ്ടമായ ഒരു ചിന്തയുടെ ഭാഗമാണ് ഇത്തരം കോക്കസുകൾ പ്രവർത്തിക്കുന്നത്. അതുതന്നെയാണ് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ വിഷയത്തിനകത്തും അവർ അപ്ലൈ ചെയ്തത്. പക്ഷേ രാഹുൽ മാക്കൂട്ടം എന്ന വ്യക്തിക്കെതിരെ വന്നിരിക്കുന്ന ഈ പരാതികളും ഇത് ആരോപണങ്ങളും എല്ലാം വെറും ആരോപണങ്ങളാണ്, വെറും നിഴലുകളാണ് എന്നുള്ളത് പൊതുസമൂഹം ശക്തമായിട്ട് അതിനെ കണ്ടിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് ഇപ്പോൾ രാഹുൽ മാക്കൂട്ടത്തിന് ഓടൊപ്പം ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥകൾ പോലും ശക്തമായിട്ട് നിലകൊള്ളുന്നത്. എന്താണെങ്കിലും ഇത് വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഇതിനകത്ത് നമുക്ക് പറയാനുള്ളത്, ഈ കോക്കസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇവിടുത്തെ
മുഖ്യധാര മാധ്യമങ്ങളിലെ ചില വിചാരണകളും വിധികളുമാണ്. ഇന്ന് പോലും കൂടെ ഈ വിഷയം സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ മുഖ്യധാര മാധ്യമങ്ങൾ ഏത് രീതിയിലാണ് അതിനെ സമൂഹ മധ്യത്തിലേക്ക് സംപ്രേഷണം ചെയ്യുന്നതെന്ന് നമ്മൾ എടുത്ത് കാണേണ്ടതാണ്. പല മുഖ്യധാര മാധ്യമങ്ങളും നമുക്കറിയാം. മരംകൊത്തി ചാനലിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. റിപ്പോർട്ടർ ചാനൽ അത് കേരളം കണ്ട ഏറ്റവും വലിയ വനം കൊള്ളക്കാരൻ അത് കയ്യേറിയതോടുകൂടി അതിനെ ടേക്ക് ഓവർ ചെയ്തതോടുകൂടി ആ ചാനലിൻ്റെ തന്നെ നിലപാട് എത്രമാത്രം അപഹാസ്യമാണ്. അതിൻ്റെ മുഖ്യ അവതാരകനായിട്ടുള്ള മൊട്ട അരുൺകുമാർ എന്ന് പറയുന്ന ഡോക്ടറേറ്റൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ആർഗ്യുമെൻ്റാണ്. അതായത് അശ്ലീല ആഭാസം കൊണ്ട് ആരെയും നാറ്റിച്ച് ഇല്ലാതാക്കാം. അങ്ങനെ ഒരു വിഷയം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ ആ ഒരു വിഷയത്തിൽ മാത്രമാണ് ഇയാൾക്ക് ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും അതിന് സമാനം തന്നെയാണ് അയാളുടെ പ്രവർത്തനം ഈ രാഹുൽ മാക്കൂട്ട വിഷയത്തിനകത്ത്. ഏതാണ്ട് അതുപോലെ തന്നെയാണ് മറ്റു മുഖ്യധാര ഏഷ്യാനെറ്റ് ആണെങ്കിലും 24 ആണെങ്കിലും ഒക്കെ പറയുന്നത്. ഏഷ്യാനെറ്റിലെ അബ്ജോദിൻ്റെ ഇന്നത്തെ ഒരു പ്രത്യേകത കേട്ടിരുന്നു. അതായത് മൂന്നാം ബലാത്സംഗ കേസ് എന്നാണ് പറയുന്നത്. ഇവിടെ ബലാത്സംഗം ഇല്ല എന്നുള്ളത് എല്ലാ കോടതിയും പറഞ്ഞു കഴിഞ്ഞിട്ടും വീണ്ടും പറയാണ് മൂന്നാം ബലാത്സംഗ കേസ്. അതുപോലെ തന്നെ 1-ാം ബലാത്സംഗ കേസ്, 2-ാം ബലാത്സംഗ കേസ്, 3-ാം ബലാത്സംഗ കേസിലൊക്കെ പ്രതി രാഹുൽ മാക്കൂട്ടം എന്ന നിലയിൽ. അതൊക്കെ എത്ര അപഹാസ്യമാണ്. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു അജണ്ട വെച്ചുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ പറയാൻ പറ്റുന്നു? ഈ വായും കൊണ്ട് തന്നെയല്ലേ നിങ്ങൾ ആഹാരം കഴിക്കുന്നത്. നിങ്ങൾക്ക് ആ വ്യക്തിയോട് എന്തുകൊണ്ടാണ് ഇത്ര ഒരു വൈരാഗ്യം? നിങ്ങൾ ആശയപരമായിട്ട് ആ വ്യക്തിയെ നേരിടൂ, ആശയപരമായി തോൽപ്പിക്കാൻ നോക്കൂ, രാഷ്ട്രീയപരമായി തോൽപ്പിക്കാൻ നോക്കൂ. ഈ ഹിജൻ അജണ്ട വെച്ചിട്ട് ഇത്തരം അശ്ലീല ആഭാസങ്ങൾ കൊണ്ട് ഒരു മനുഷ്യനെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന വലിയൊരു കോക്കസിൻ്റെ ഭാഗമായിട്ട് ഈ നക്കാപ്പിച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ രീതിയിലൊക്കെ ഒരു മനുഷ്യനെ തേജോവധം ചെയ്യുക, സമൂഹമധ്യ തേജോവധം ചെയ്യുക, എത്ര അപഹാസ്യമാണ്. അവർ തങ്ങളിൽ സ്ത്രീ പുരുഷ സൗഹൃദപരമായിട്ട് നടന്നിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഈ രീതിയിൽ വക്രീകരിച്ച് ചിത്രീകരിക്കുന്നത് എത്ര നികൃഷ്ടമാണ്. ഇനി പലരും പറയുന്നത് പോലെ നിയമപരമായിട്ട് തെറ്റല്ലെങ്കിൽ പോലും കൂടെ ധാർമ്മികമായിട്ടുള്ള തെറ്റുന്നു. അങ്ങനെ ധാർമ്മികമായിട്ടാണെങ്കിൽ കൂടിയും ഇതിനകത്ത് പങ്കാളിയല്ല ഏറ്റവും കൂടുതൽ തെറ്റുകാരി. അത് വളരെ വ്യക്തമല്ലേ, കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. കാരണം അവിവാഹിതനാണ് ഈ രാഹുൽ മാക്കൂട്ടം. നേരെ മറിച്ച് അതിനോടൊപ്പം ചേർന്നിരിക്കുന്ന അല്ലെങ്കിൽ അതിനകത്ത് കൂട്ടുപങ്കാളി എന്ന് പറയുന്നത് വിവാഹിതയായിട്ടുള്ള സ്ത്രീകളാണ്. അപ്പോൾ വിവാഹിതയായിട്ടുള്ള സ്ത്രീകൾ അവിവാഹിതനായിട്ടുള്ള യുവാവുമായിട്ട് ഇങ്ങനെ ബന്ധം പുലർത്തുമ്പോൾ ധാർമ്മികതയുടെ പേരിലാണെങ്കിൽ കൂടിയും ഏറ്റവും കൂടുതൽ തെറ്റുകാരാകുന്നത് അതിനകത്ത് വിവാഹിതരായിട്ടുള്ളവർ തന്നെയല്ലേ, അല്ലാതെ ചെറിയ പെൺകുട്ടികളോ ഇതൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത്തരം കാര്യത്തിനകത്ത് നിങ്ങളെടുക്കുന്ന നിലപാട്, നിങ്ങൾ സത്യത്തിനൊപ്പം നിൽക്കുക. എനിക്കതേ പറയാനുള്ളൂ. പത്രക്കാരോടാണെങ്കിൽ പോലും ഇതിനകത്ത് മൊട്ടയരൻകുമാറാണെങ്കിലും അംജോദാണെങ്കിലും ഇതിന് ഒരു വ്യക്തിപരമായിട്ടല്ല, മുഖ്യധാര മാധ്യമങ്ങളിലെ അവതാരകര്, അതുപോലെ തന്നെ ലക്ഷ്മി പത്മ എന്ന് പറയുന്ന അവരൊരു മാധ്യമ പ്രവർത്തകയാണ്. ഞാനേ കണ്ടുള്ളൂ ഈ ഇരകൾക്കൊപ്പം പറഞ്ഞുകൊണ്ട് ഉള്ള ഭയങ്കരമായിട്ടൊരു ആർഗ്യുമെൻ്റ്. നിങ്ങൾ സ്ത്രീകളോടാണെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരോടാണെങ്കിൽ പറയുക, നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല. അതായത് വിവാഹിതയായ ഒരു സ്ത്രീ മറ്റേതെങ്കിലും പുരുഷൻ, ഇനിയിപ്പോൾ പുരുഷൻ അല്ലെങ്കിൽ യുവാവ് വ്യക്തി താല്പര്യപ്രകാരമാണ് കടന്നു വരുന്നതെങ്കിൽ പോലും കൂടെ അത് മനസ്സിലാക്കാനുള്ള എല്ലാ കഴിവും സാമാന്യ ബോധമുള്ള എല്ലാ സ്ത്രീകൾക്കും ഉണ്ടല്ലോ. ഇതിനകത്ത് വന്നിരിക്കുന്ന ഈ സ്ത്രീ കഥാപാത്രങ്ങൾ പോലും അവരുടെ ഇൻറ്റഗ്രിറ്റി എന്താണെന്നുള്ളത് ഇവിടെ പൊതുസമൂഹം ചർച്ച ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. കോടതികൾ പോലും കൂടെ അത് നിരീക്ഷിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാണ്, അവർ സമൂഹത്തിൽ അത്യാവശ്യം ആക്ടിവിസ്റ്റുകളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അവർക്ക് ഇത്തരം കാര്യങ്ങളെപ്പറ്റിയൊക്കെ വളരെ അവഗാഹമുള്ള സ്ത്രീകളുമാണ്. അത്തരം സ്ത്രീകളൊക്കെ ഏതെങ്കിലും സ്ത്രീ സൗഹൃദപരമായിട്ട് നടന്നിരിക്കുന്ന ഒരു കാര്യങ്ങൾ പിന്നീട് ആ സൗഹൃദം ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ട് ബലാത്സംഗം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുന്നത് എത്ര അപഹാസ്യമാണ്. ഇതൊന്നും സാമൂഹ്യ നീതിബോധത്തിൽ നിന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല എന്നല്ലേ നിങ്ങൾ പറയേണ്ടത്. അതിനകത്തൊക്കെ ലക്ഷ്മി പത്മയൊക്കെ എടുത്തിരിക്കുന്ന നിലപാട് വളരെ അപഹാസ്യമാണ്. അതുപോലെ മുഖ്യധാര മാധ്യമങ്ങളിലെ പലരും ചെയ്യുന്നത്. എന്തായാലും ഇതിനകത്ത് പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രിയോട് തന്നെ പറയാനുള്ളത്, താങ്കൾക്കൊക്കെ ഏതെങ്കിലും ആശയപരമായിട്ട് തോൽപ്പിക്കാൻ സാധിക്കുമെങ്കിൽ തോൽപ്പിക്കുക. അല്ലാതെ ഇത്തരം രീതിയിൽ ഒരു മനുഷ്യനെ ടാർഗറ്റ് ചെയ്ത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു നീച പ്രവൃത്തി, അതിപ്പം മുഖ്യമന്ത്രിയാണെങ്കിൽ അതോടൊപ്പം തന്നെ കൂടി ചേരുന്ന മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ സപ്പോർട്ടോട് കൂടിയാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാർ ഇതിൻ്റെ ഈ കോക്കസിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ പൊതുസമൂഹം നോക്കിക്കാണുന്നുണ്ട്.
നിങ്ങൾ പൊതുസമൂഹത്തെ എങ്ങനെ നോക്കിക്കാണുന്നോ അതിനേക്കാൾ ഉപരി നിങ്ങളെയും പൊതുസമൂഹം നോക്കി കാണുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.